ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ മൂഡ് ഓൺ വയനാട്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അമ്പലവയൽ ഫാൻറ്റൺ റോക്കിലാണ്. ഇത് അമ്പലവയലിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഫാൻറ്റൺ റോക്കിലെ കാഴ്ചകളിലോട്ട് പോവാം. നമ്മളിപ്പോൾ 4 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നല്ല ടൈമാണ്. ഇത് അത്യാവശ്യം നല്ല ടൈമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ ഇതിനൊക്കെ പറ്റിയ നല്ല അടിച്ചം റീസൊരു സ്ഥലമാണ്. ഇത് നമ്മളെ ഈ കോറിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡിലാണ് നമ്മളെ ഫാൻറ്റൺ റോക്ക് ഉള്ളത്. പിന്നെ ഇപ്പം ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇല്ല. ആകെ നമ്മളവിടെ കണ്ട ആ ഒരു ഫോട്ടോഷൂട്ട് എടുക്കുന്ന ആ ഒരു ആൾക്കാർ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാർ നല്ല സ്ഥലമാണ്. ഇങ്ങനെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇവിടെ നല്ല റബ്ബർ തോട്ടമാണ് കേട്ടോ. ഈ സൈഡിൽ ഫുള്ള് റബ്ബറും തോട്ടവും കാര്യങ്ങളുമാണ്. ഒരു ഫാൻറ്റൺ റോക്ക് ഫുള്ള് ഒരു കാടൊക്കെ ഉള്ളൊരു സ്ഥലം. അപ്പോൾ നമ്മൾ ഫാൻറ്റൺ റോക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തും നമ്മളിതാ ഇപ്പം എത്തും. ജ്യോതി ഇതാ ഇപ്പം വരും എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ അവിടെ എത്തിക്കോളും. ഇത് ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലം പോലെ തോന്നുന്നുണ്ട്. ഇതേ യെസ്, ഫുള്ള് ഒരു ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്തൊരു സ്ഥലം. ഉള്ളോട്ട് പോയി നോക്കാം, ചിലപ്പോൾ മേലെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലോ. കാണുന്നത് കൊളകപ്പാറ മലയാണ്. അത് പിന്നെ നമ്മൾ ഈ കാണുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ആറാട്ടുപാറയൊക്കെ പോയപ്പോൾ അതുപോലെ ഉണ്ടാവും. നമ്മൾ എവിടെ പോയാലും ഏത് മല കണ്ടാലും ആറാട്ടുപാറ അല്ല അതുപോലെ ഉള്ളത് കൊണ്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. നമ്മൾ ഫാൻറ്റൺ റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറകളുടെ രാജാവ് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത് മേലേക്ക് നിങ്ങൾ കാണണ്ടല്ലോ, ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ എന്താ പുല്ലൊക്കെ കരിഞ്ഞത്? കാട്ടുതീ വന്നതാണ്. ഇവിടെ കാട്ടുതീ വന്നതാന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ പുല്ലൊക്കെ കരിഞ്ഞ് കിടക്കുന്നുണ്ട്. സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റുമല്ലോ അവിടുന്ന്. സൂപ്പറായിരിക്കും. ഇതുപോലെയൊക്കെ എടുക്കുകയാണെങ്കിൽ മായാലോകം കണ്ടു രസിക്കാൻ ഏനുണ്ടട തന്തോയം മേഘത്തേരിൽ പാറി നടക്കാൻ ഏനുണ്ടടതുള്ളാട്ടം കാടിൻ നടുവിൽ കൂടുണ്ടാക്കാൻ കാലങ്ങൾ താണ്ടുമ്പോൾ പാരിൻ മറവിൽ പ്രായം മറയും കാലം അതുവഴി മാറും അലതല്ലും തിരകളെയൊന്നായി കൈക്കുമ്പിൾ കോരിയെടുത്ത് തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തി കിളിയതു ചൊന്നേ അലതല്ലും തിരകളെയൊന്നായി കൈക്കുമ്പിൾ കോരിയെടുത്ത് തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തി കിളിയതു ചൊന്നേ ദൂരെ പെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര് കാടൊക്കെ വെട്ടി തെളിച്ച് പോണം. പാറകളുടെ രാജാവേ എത്തിപ്പോയി. ഇനി 2 വഴി കാണുന്നുണ്ടല്ലോ.
മേലേക്ക് കയറാൻ പറ്റുമോ നോക്കിയാലോ? നീ ഫസ്റ്റ് പോ, ഞാൻ അവിടെ നിന്ന്. ഇതിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു വലിയ പാറ വേറൊരു പാറേനെ കൊണ്ട് താങ്ങി നിൽക്കുന്ന പോലെയാണ് നമുക്ക് നോക്കാൻ മനസ്സിലാവുന്നത് അല്ലേ? എന്തൊരു രസമായിട്ടാണ് ഉള്ളതെന്ന് വെച്ചാൽ ഇത് രണ്ട് സെപ്പറേറ്റ് പാറകൾ തന്നെയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സെപ്പറേറ്റ് ആ മേലെ ഉള്ളത് ഇത് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. എന്തൊരു അത്ഭുതം നോക്കണം. നമ്മളെ ഈ കുറേ കാര്യങ്ങൾ ഈ പ്രകൃതിയിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് ഈ പാറ ഒരെണ്ണത്തിനെ താങ്ങി നിർത്തുന്നത്. ശരിക്കും വയനാട്ടിൽ ഇത്രയും സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മനസ്സിലായി തുടങ്ങിയത് ഇപ്പോഴല്ലേ. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് വയനാട്ടിൽ. നമ്മൾ ആദ്യം വയനാട്ടുകാരാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു നാണക്കേടായിരുന്നു. ഇപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നല്ലോ. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലായത് ഇങ്ങനെ സ്ഥലങ്ങളുണ്ടെന്നും കേട്ടോ. മേലേക്കൊക്കെ കയറാൻ പറ്റും. സാഹസപ്പെട്ട് കയറാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ആ മേലേക്കൊക്കെ കയറാട്ടോ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ താഴോട്ടൊക്കെ ഇങ്ങനെ കുഴി പോലെ തന്നെ. നമ്മൾ ആറാട്ടുപാറ അതുപോലെ കടുവക്കുഴി കയറിയ മാതിരി അല്ല, ഇത് കുറച്ച് റിസ്ക് ആണ്. എന്താ വെച്ചാൽ ഇവിടുന്ന് താഴേക്ക് അഥവാ സ്ലിപ്പായി പോയാൽ നമ്മളൊരു കുഴിയിലേക്ക് വീഴില്ല. പോലത്തെ ഗ്യാപ്പുകളാണ്. അല്ലാണ്ട് നമുക്ക് റിസ്ക് എടുത്ത് കയറണം. അതുകൊണ്ട് പിള്ളേരൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ കാലൊക്കെ സ്ലിപ്പായിട്ടുണ്ടെങ്കിലൊക്കെ ഇതൊരു പാറകളുടെ ഇടയിലോട്ടാണ് പോകുന്നത് കാലൊക്കെ. ഇപ്പോൾ നമ്മൾ അവിടെയൊക്കെ വലിഞ്ഞു കയറിയെങ്കിലും ഇവിടെ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊക്കെ കയറി നോക്കി. പിന്നെ ഏറ്റവും മേലോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. അല്ല കുറച്ച് മേലേക്ക് പോ, അങ്ങോട്ട് പോ. അങ്ങോട്ടേക്ക് ഇതിന്റെ ഇടയിൽ കൂടി പോവാൻ പറ്റില്ല. കാല് വേദനയ്ക്കൊക്കെ കേറണ്ടേ? കേറാൻ പറ്റില്ല ഇവിടെ. നല്ലതായിരുന്നു. എങ്ങനെയായാലും ഒന്ന് വലിച്ച് കയറാൻ പറ്റുമോ? ആ കാലിട്ടൊക്കെ അപ്പുറത്ത് വെക്കും. ഇവിടെ ഗുഹയാ. കയറോ? നിറയെ കോടികളൊക്കെ അങ്ങോട്ടും എനിക്ക് തോന്നുന്നു. അപ്പൊ അതെന്താണ് നമ്മളിവിടെ വന്ന് കുടുങ്ങിപ്പോയി. നല്ല മഴയും പെയ്തു പോയി, അങ്ങനെ ആകെ കുടുങ്ങി. ഇനിയിപ്പോ താഴേക്ക് ഇറങ്ങട്ടെ, അല്ലാണ്ട് വേറെ രക്ഷയൊന്നും ഇല്ല. ഇവിടെ ആരും ഇല്ല. ഇപ്പൊ മഴ ആയതുകൊണ്ട് നമുക്ക് പിന്നെ എവിടെ നിൽക്കാനും പറ്റാത്തൊരവസ്ഥ. പാറകളുടെ ഇടയിലൊക്കെ പോയിട്ട് നിൽക്കേണ്ടി വരും. ഇപ്പൊ എന്നാലും നമുക്ക് താഴേക്ക് പോവാ വേഗം. പെരും മഴയാണ് മക്കളെ. ഞങ്ങള് കുടുങ്ങി പോയി. ഫാൻഡർ റോക്കിൽ ഒരു റോക്ക് പോലും ഇല്ല, കൊട പോലെ ഉള്ളത്. കുടുങ്ങി പോയി. അതുമല്ല നമ്മൾ എന്തായാലും നനഞ്ഞ് കുളിച്ച് കയറാം. കമോൺ. ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഓടാനും പറ്റില്ല, ഫുള്ള് മഴ. ഇവിടെ നിന്ന് ഇറങ്ങി ഓടാനും പറ്റില്ല, ഫുള്ള് പാറകളും കുഴികളും ആയിരിക്കും. മഴ ഞങ്ങളെ ചതിച്ചു. നമ്മുടെ രണ്ട് വഴി കണ്ടില്ല, ഒരു വഴിയിൽ പോയില്ല, ഒരു വഴി കൂടി പോകരുത്. ശരി. അപ്പൊ എന്താണെങ്കിലും നമ്മളിനി വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റില്ല, കാരണം നല്ല മഴയായി പോയി. നമ്മളെ വീഡിയോ നമ്മളിപ്പോ അവസാനിപ്പിക്കുക. എവിടെയും കയറി നിൽക്കാനൊന്നും പറ്റുന്നില്ല, അവസ്ഥ വന്നു പോയത് കൊണ്ടാണ്. കൊറേ കാണിക്കാനുണ്ടായിരുന്നു അങ്ങോട്ടേക്കൊക്കെ. നമുക്ക് പിന്നെ ഒരു ദിവസം വരാം. അതുപോലെ തന്നെ
അപ്പോൾ ആ മഴ കാരണം നമുക്ക് അധിക കാഴ്ചകളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. കാരണം ഇനി അവിടെ നിന്നിട്ടും കാര്യമില്ല, പാറയൊക്കെ നല്ല വഴുക്കലായി, നമ്മൾ വിചാരിച്ച പോലെ എല്ലാം വീഴും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ പ്ലാനൊക്കെ ഒന്ന് പോയി. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇതൊരു പുതിയ ചാനലാണ്, അപ്പോൾ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇനിയും നിങ്ങളെ കമന്റ്സിലൂടെയാണ് ഞങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കമന്റ്സ് ചെയ്യുക, എന്തായാലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമന്റ്സ് ചെയ്യുക, ഒരു പ്രശ്നമില്ല, നമ്മളതൊക്കെ തിരുത്തി നമ്മൾ ഉഷാറായി വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ടാറ്റ. പിന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.